പത്മശ്രീ സത്യനാരായണ ബളേരിയെ ആദരിച്ച് ജില്ലാ ഭരണ സംവിധാനം. നെൽവിത്തുകളുടെ സംരക്ഷണത്തിന് രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാകുന്ന പ്രവർത്തനമാണ് കർഷകൻ കാഴ്ചവെച്ചതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. രാജ്യത്ത് ഹരിത വിപ്ലവത്തിന് ശേഷമാണ് എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കാൻ കഴിഞ്ഞതെന്നും വിദേശ രാജ്യങ്ങളെ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് ആശ്രയിച്ചിരുന്ന സ്ഥിതി മാറി നിലവിൽ രാജ്യത്ത് മികച്ച ധാന്യശേഖരമുണ്ടെന്നും കലക്ടർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ഭക്ഷ്യോത്പാദനത്തിന് മുതൽക്കൂട്ടാണ് പത്മശ്രീ സത്യനാരായണ ബളേരി സംരക്ഷിക്കുന്ന വിത്തുകളെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു. ജില്ലാ ഭരണ സംവിധാനവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1950 നമ്മൾ ഉൽപാദനം ചെയ്തത് 50 മില്യൺ ടൺസ് ഫുഡ് ഗ്രെയിൻസ് ആണ്. അതിനുശേഷം ഗ്രീൻ റിവോല്യൂഷന്റെ സമയത്ത് നല്ല ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിന് മുൻപെല്ലാം ഈ നെൽകൃഷി എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് വെറൈറ്റീസും ആണ് ഉണ്ടായിരുന്നത്. ഈൽഡ് വളരെ കുറവാണ്. എത്ര അധ്വാനിച്ചാലും അത്ര ഇത് കിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം വരാനുള്ള കാരണം ഒരു റിവോല്യൂഷൻ കൊണ്ടുവന്നത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഒരു പെർട്ടിക്കുലറായിട്ട് ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ സത്യനാരായണ ബളേരി അവർ കാസർഗോഡിൽ ആദ്യമായിട്ട് നമുക്ക് ഒരു പത്മശ്രീയാണ് കിട്ടുന്നത്. അതേ കൃഷിയിൽ വിത്തിൽ സംരക്ഷിക്കുന്ന ഒരാൾ കിട്ടിയത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനായി കൃഷി സിലബസിൽ ഉൾപ്പെടുത്തണം. ഗ്രേസ് മാർക്ക് അനുവദിക്കണം. പരമ്പരാഗതമായി നെൽകൃഷി ചെയ്യുന്നില്ലെങ്കിലും നെൽവിത്തുകളുടെ സംരക്ഷണത്തിന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് 650-ലേറെ വ്യത്യസ്ത ഇനം നെൽവിത്തുകളെ സംരക്ഷിക്കാൻ സാധിച്ചതെന്നും നാരായണ ബളേരി പറഞ്ഞു. നെല്ല് ഞങ്ങളെ സംരക്ഷിക്കുക, മറ്റുള്ളവർ കൈമാറ്റം ചെയ്യുക, അത് ഈ മുൻതലമുറക്ക് ഒഴിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ശ്രമമാണത്. ഈ നെല്ല് ഭക്ഷ്യ ഏത് ഇനങ്ങൾ ഒരു വർഷം ചെയ്താൽ വീണ്ടും വീണ്ടും ചെയ്യണം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ വീണ്ടും ചെയ്യണമെങ്കിൽ ഇത് എല്ലാവരും ചെയ്യുന്നില്ല. ചെയ്യുന്നവർ അവിടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇങ്ങനത്തെ അവാർഡുകളാണ് നമ്മൾ മറ്റുള്ളവർക്ക് അറിയിക്കുന്നതാണ്. കലക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ ഇൻഫർമേഷൻസ് ഓഫീസ് ഒരുക്കിയ ഹ്രസ്വചിത്രം വിത്തിന്റെ കാവലാൾ സത്യനാരായണ ബളേരിയുടെ ജീവിതം പ്രദർശിപ്പിച്ചു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.